സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ സപ്പോർട്ടും. റെസിസ്റ്റൻസിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്ത് ഓൺ സ്പോട്ടിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നമ്മൾ ബൈ ചെയ്താൽ ആ സ്പോട്ടിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയി നമുക്ക് ലോസ് തരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ സമയത്ത് മാത്രം റെസിസ്റ്റൻസും സപ്പോർട്ടും വർക്ക് ചെയ്യാത്തത്? എന്നാൽ പഴയ ചാർട്ട് നോക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് റെസിസ്റ്റൻസും സപ്പോർട്ടും മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസും സപ്പോർട്ടും വർക്ക് ചെയ്യാത്തത്, എങ്ങനെയാണ് റെസിസ്റ്റൻസും സപ്പോർട്ടും ഉപയോഗിച്ച് ട്രേഡ് ചെയ്യേണ്ടത് തുടങ്ങിയ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസും സപ്പോർട്ടുമാണ്. എങ്ങനെയെങ്കിലും റെസിസ്റ്റൻസും സപ്പോർട്ടും വരയ്ക്കുന്നു. സപ്പോർട്ടിൽ ഒന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ട്രേഡ് എടുക്കുന്നു. അതുപോലെ തന്നെ റെസിസ്റ്റൻസിലാണ് വരുന്നതെങ്കിൽ നമ്മൾ താഴത്തോട്ട് ട്രേഡ് എടുക്കുന്നു. ഇതാണ് നമ്മൾ കൂടുതൽ ആളുകളും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ പല സമയത്തും നമ്മൾ കൃത്യമായിട്ട് സപ്പോർട്ടിൽ ട്രേഡ് എടുക്കുമ്പോൾ ഓൺ സ്പോട്ടിൽ മാർക്കറ്റ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. ചില സമയത്ത് കൃത്യമായിട്ട് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ താഴത്തോട്ട് സെല്ല് ചെയ്താൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതും കാണാറുണ്ട്. സോ ഈ പറയുന്ന സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഒരു പക്ഷേ ആദ്യത്തെ പ്രാവശ്യമല്ല, രണ്ടാമത്തെ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഡബിൾ ബോട്ടം സ്ട്രക്ചർ എന്നൊക്കെയാണ് പറയാം. ഈ സമയത്ത് എന്ത് ചെയ്യാം? ഒരു പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകാം. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ കൂടുതൽ ഇങ്ങനത്തെ പണികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടായിരിക്കും? ഒരു നിമിഷം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടിൽ നിന്ന് മുകളിലോട്ട് പോകുന്നത്? ഇതിനു മുൻപ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ലെവലിൽ വന്നത് കൊണ്ട് വീണ്ടും ആ ലെവലിൽ എത്തുമ്പോൾ മുകളിലോട്ട് പോകും എന്ന് ചിന്തിക്കാതെ ഇവിടെ നടന്ന സ്ക്രിപ്റ്റ് എന്താണ്? ഇവിടെ ആര് ബൈ ചെയ്തുകൊണ്ടാണ് മുകളിൽ പോയത്? എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? പക്ഷെ നമ്മളെല്ലാവരും അങ്ങനെ മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഓക്കെ, ഇതൊരു ഡബിൾ ബോട്ടം സ്ട്രക്ചറാണ്, ഡബിൾ ബോട്ടം വന്നാൽ താഴെ വെച്ച് ബൈ ചെയ്യണം, മുകളിലാണ് നമ്മുടെ ടാർജറ്റ്, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നെല്ലാം പറഞ്ഞ് വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനാണ് ശ്രമിക്കാറ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു ഷോർട്ട് കട്ട് ഫൈൻഡിങ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, രണ്ട് പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിൽ പോയിട്ട് തിരിച്ചു വന്ന് മൂന്നാമത് സപ്പോർട്ട് എടുത്തു, ഇങ്ങനെ എണ്ണാനായിട്ട് തുടങ്ങും. കൂടുതൽ പ്രാവശ്യം സപ്പോർട്ട് എടുത്താൽ അത് കൂടുതൽ സ്ട്രോങ് ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകൾ എല്ലാം നിങ്ങൾ അവഗണിക്കുക. എന്നിട്ട് നേരെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്താണ് എന്ന് നോക്കുക. എവിടെയാണ് ഈ ഒരു കൺസോളിഡേഷൻ, ഈ ഒരു സപ്പോർട്ട് ഫേസ് നടന്നത് എന്ന് റീഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്? ഇവിടെ നിങ്ങൾ നോക്കൂ, മാർക്കറ്റ് ഒരു ഹയർ ഹൈ പാറ്റേൺ കൃത്യമായിട്ട് ഫോം ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു ഡബിൾ ബോട്ടോ ട്രിപ്പിൾ ബോട്ടം ഒക്കെ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ട്രേഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ഓവറോൾ ഹയർ ഹൈ സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത് മുകളിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതൽ. ഇങ്ങനൊരു സ്ട്രക്ചറിൽ വീണ്ടും അത് റെസിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ കാണാതെ ഈ ഒരു സ്ട്രക്ചർ മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വെച്ച് സെല്ല് ചെയ്യാൻ ഒരു സാധ്യതയില്ലേ? അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക? അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയും നമ്മൾ കൃത്യമായിട്ട് റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് മുകളിൽ പോയി എന്നുള്ള പരാതി നമ്മൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണ്? നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഡൗൺ സൈഡ് മൂവ്മെന്റിലും ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് വളരെ കൃത്യമായിട്ട്
ലൈവ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോർട്ട് കട്ടിന്റെ പിന്നാലെ പോവാതെ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് റെസിസ്റ്റൻസും സപ്പോർട്ട്സും റീഡ് ചെയ്യുക. കൃത്യമായി ലോവർ ലോസ് ലോ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആണെന്നും, അപ് ട്രെൻഡ് എപ്പോഴും അപ് ട്രെൻഡിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, അപ് ട്രെൻഡിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഒരു അപ് ട്രെൻഡിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സപ്പോർട്ടിൽ മാർക്കറ്റ് വരുന്ന സമയത്തും നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടുമാണ് നമ്മളൊരു അപ്സൈഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട മാർഗം. കൂടുതൽ ആൾക്കാർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടി നല്ലത് എന്ത് ചെയ്യണം, ഒരു സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. എന്താണ്, ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ്, ഒരു ലോവർ ലോ സ്ട്രക്ചർ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ ഒരു റെസിസ്റ്റൻസിൽ നിന്ന്, ഇവിടെ ഉള്ള ഒരു റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ബോർഡ് ഉപയോഗിച്ച് പറഞ്ഞു തന്നത്. ഞാൻ നേരെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ 1, 2, 3 സാമ്പിൾസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നേരെ പോവുക, മാക്സിമം ടൈം ഫ്രെയിംസ് ഒരു 1 hour ചാർട്ടിലോ 4 hour ചാർട്ടിലോ ഒക്കെ ഈ ഒരു സ്ട്രക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിം 3 minutes, 5 minutes, 50 minutesലോട്ടൊക്കെ വന്നിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. കൂടുതൽ സമയം മാർക്കറ്റ് ചാർട്ട് പാറ്റേൺസിലോട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ഇത്തരത്തിലുള്ള പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് മാത്രം ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് 80% കൂടുതൽ അക്യൂറസിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ലിലോട്ട് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഒരു എക്സ്ട്രാ നോളജ് തരുന്നത് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് ടാറ്റാ സ്റ്റീലിന്റെ 15 മിനിറ്റിന്റെ ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ മൾട്ടിപ്പിൾ ടൈം ടാറ്റാ സ്റ്റീല് ഈ ഒരു സ്ഥലത്ത് സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ബൈ എടുത്തിരുന്നെങ്കിൽ നല്ലൊരു ടാർഗറ്റ് കിട്ടും, രണ്ടാമത് നമുക്ക് നല്ലൊരു ടാർഗറ്റ് കിട്ടും. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം, സോ ഐ തിങ്ക് 4ാമത്തെ സപ്പോർട്ട് എടുക്കുന്ന ഈ ഒരു സമയത്ത് എന്താ സംഭവിച്ചത്, ഒന്ന് ബൗൺസ് ചെയ്യുന്നത് പോലെ കാണിച്ചതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് വരുന്നതാണ് നമുക്ക് കാണുന്നത്. നമുക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടും. ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റ് ഒരു ഹയർ ഹൈ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് തിരിച്ചു വന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം ഈ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഒരു ഹയർ ഹൈ പാറ്റേണിൽ പോകുന്ന സമയത്താണ് അവിടെ ഒരു ഹയർ ഹൈ പാറ്റേൺ സ്റ്റോപ്പായ ഒരു ഫീൽ നമുക്ക് തരുന്നത്. എന്താണ്, മാർക്കറ്റ് ഇവിടെ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിനുശേഷം ഒരു തവണ കൂടി നമുക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എങ്കിലും സോ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ട്രേഡ് ചെയ്യുന്നതാണ് പിന്നീട് നല്ലത്. കാരണം ഈ 3rd ടൈം വന്ന ബൗൺസ് ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുമില്ല. 3rd ടൈം എടുത്ത സപ്പോർട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കതൊരു ഹൈയർ ഹൈ കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്തേനെ. എന്നാൽ ഇവിടെ ഈ ഒരു സെക്കൻഡ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. കാരണം ഇത് ഇവിടെ ലോ ആണ് വന്നിരിക്കുന്നത്. സോ അതിനുശേഷം വന്ന ഹൈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ആയില്ല. അപ്പൊ അതായത് ഒരു ലോവർ ലോ സ്ട്രക്ചർ അവിടെ സ്റ്റാർട്ടായി എന്ന് വേണം നമ്മൾ ഇവിടെ കരുതാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യണം. അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന റീടെസ്റ്റിൽ സെല്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് പ്രീവിയസ് ചാർട്ട്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഒത്തിരി എക്സാമ്പിൾസ് കിട്ടും. ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് ഇവിടെ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോഫോ ഇതിന്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ
സോ ഇത് ഞാൻ ഓൾറെഡി വരച്ചു വെച്ച ഒരു ചാർട്ടാണ്. ഓക്കെ, ഈ ഒരു ചാർട്ടില് ഇപ്പൊ ലൈവ് ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് നോക്കൂ, ഫസ്റ്റ് ടൈം ഒരു ലോ സപ്പോർട്ട് എടുത്തു, അടുത്ത തവണ ലോ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫൈൻ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ നടക്കുക? ഇത് മുകളിലോട്ട് പോവോ താഴത്തോട്ട് ഇനി തിരിച്ചു വരുമോ? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? സോ ഇത് നോക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പഴയ ചാർട്ടിലോട്ട് ഒന്ന് പോവാം. ഒന്ന് നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്? ഒരു പെർഫെക്റ്റ് ഹയർ ഹൈ പാറ്റേണിലാണ് മാർക്കറ്റ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇതിന് കൺഫേം ആക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഈ ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു രീതിയിൽ പോണല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു സപ്പോർട്ടിൽ ബൈ എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഹയർ ഹൈ പാറ്റേൺ ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ ഒരു മുകളിലോട്ടുള്ള മൂവ്മെന്റ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സപ്പോർട്ട്സ് ഒക്കെ വരുമ്പോൾ, ഡബിൾ ബോട്ടം ഒക്കെ വരുമ്പോൾ, ഒരു ഹയർ ഹൈയിലാണ് ഡബിൾ ബോട്ടം വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസിൽ ആ ട്രേഡ്സിലോട്ട് എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ അശോക് ലൈലാൻഡിന്റെ ഒരു ചാർട്ട് കൂടി ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ആ ഒരു ചാർട്ട്. ഇവിടെ ആദ്യത്തെ തവണ റെസിസ്റ്റൻസ് എടുത്തു, രണ്ടാമത്തെ തവണ റെസിസ്റ്റൻസ് എടുക്കുകയാണ്. ഇതൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ്. താഴത്തോട്ടല്ല വന്നത്. മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് മുകളിലോട്ടാണ് പോയത്. സോ എന്തുകൊണ്ടായിരിക്കും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത്? അത് തന്നെയാണ് നമ്മൾ ഒന്ന് പഴയ ചാർട്ടിലോട്ട് ഒന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റിൽ ഒരു പ്രോപ്പർ ഹയർ ഹൈ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ആ ബ്രേക്ക് ഔട്ടിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു വോളിയം സ്പൈക്ക് കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വോളിയംസ് സ്പൈക്ക് വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ എത്ര പെർഫെക്റ്റ്ലി വോളിയം സ്പൈക്കുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതൊരു അപ് ട്രെൻഡ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ട്രെൻഡിലാണ് റെസിസ്റ്റൻസ് എങ്കിൽ ഏറ്റവും ബെറ്റർ ഐഡിയ എന്താണ്? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് എടുക്കുന്നത് തന്നെയാണ്. ഒരിക്കലും റെസിസ്റ്റൻസിൽ എത്തി എന്ന് പറഞ്ഞ് താഴത്തോട്ട് ട്രേഡ് എടുത്ത് മണ്ടന്മാരാകാനായിട്ട് നമ്മൾ നിൽക്കരുത്. ഇതൊരു കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വളരെ സിമ്പിൾ ആണ് സംഭവം. നമ്മുടെ ആ ഒരു റീസൺ ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ മാരുതി സുസുക്കിയുടെ ഒരു ചാർട്ടാണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ. നേരത്തെ എന്താണ്? സപ്പോർട്ട് എടുത്ത് മോളിൽ പോയി, വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും മോളിൽ പോകുന്നൊരു ചാർട്ടാണ് നമ്മൾ കണ്ടത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും സപ്പോർട്ട് എടുത്ത് താഴത്തോട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെയും നമുക്ക് അതേ സ്ട്രക്ചർ തന്നെ വീണ്ടും കാണാൻ പറ്റും. എന്താണ്? മാർക്കറ്റ് ഒരു ലോവർ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ പോലും ഒരു ലോവർ ലോ സ്ട്രക്ചർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് അല്ലെ. അപ്പോൾ ഇത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് പല ചാർട്ട്സിലും ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഞാൻ TVS മോട്ടോഴ്സിന്റെ ചാർട്ടിൽ ഇതേപോലെ ഒരു ക്രൈറ്റീരിയ ഇപ്പൊ എത്തി നിൽക്കുകയാണ്. സോ ഇറ്റ്സ് ദ ഫൈനൽ ചാർട്ട്. സോ മാർക്കറ്റ് എന്താ ചെയ്തിരിക്കുന്നത്? മാർക്കറ്റ് ഒരു ലോ സപ്പോർട്ട് എടുത്തു, വീണ്ടും മോളിൽ പോയി, വീണ്ടും ലോയിൽ സപ്പോർട്ട് എടുത്തു, ഒന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നടക്കുക? ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോകാനാണോ താഴത്തോട്ട് പോകാനാണോ സാധ്യത? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? താഴത്ത് എന്തായാലും നിങ്ങൾ ഇതൊരു അനാലിസിസ് ചെയ്തിട്ട് TVS മോട്ടോഴ്സിന്റെ കേസിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക, ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാർട്ടാണ് TVS മോട്ടോഴ്സ് കാണുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു പ്രോപ്പർ ഹയർ ഹൈ സ്ട്രക്ചറിലാണ് പോകുന്നത്. എന്നാൽ ഇവിടെ റിസൾട്ട് വന്നതിലുള്ള ഒരു ഷേക്ക് ഔട്ട്സ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിംഗ്ലോസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് എഗെയിൻ തിരിച്ചു വന്ന് ആ ഒരു ഏരിയയിലെ കൺസോൾട്ടേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കാൻ ഈ ഒരു ചാർട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് വരുന്നതെങ്കിൽ, ഇങ്ങനെയുള്ള അൺവാണ്ടഡ് സിഗ്നൽസ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കാം, അതിൽ ട്രേഡ് ചെയ്യാതിരിക്കാം എന്നുള്ളത് കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടും എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനോടൊപ്പം ട്രേഡ് ടോക്സിന്റെ ഓൺലൈൻ പ്രോഗ്രാമിലോട്ടും ഓഫ്ലൈൻ പ്രോഗ്രാമിലോട്ടും ഓപ്ഷൻ ട്രേഡിംഗ് ബേസിക്സ് ടു അഡ്വാൻസ് കവറപ്പ് ചെയ്യുന്ന ഈ രണ്ട് പ്രോഗ്രാമിലോട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക. ട്രേഡ് ടോക്സ് ടീമുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.